ദേശീയപാത സർവീസ് റോഡിലൂടെ ലൈൻ ബസ്സുകളിലെ യാത്രയ്ക്ക് ദുരിതമേറെ. ബസ്സിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തി ചാടിക്കടക്കണം. ദേശീയപാത സർവീസ് റോഡിന്റെ നിർമ്മാണം വൈകുന്നതിനാൽ ചില ഭാഗങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് 6 വരിപ്പാതയിലൂടെയാണ്. മണത്തല അത്താണി മുതൽ അകലാട് മൂന്നൈനി വരെ റോഡിന്റെ പടിഞ്ഞാറു ഭാഗത്തെ 10 സ്റ്റോപ്പുകളിലെത്തുന്ന യാത്രക്കാർക്കാണ് ബസ് കയറണമെങ്കിൽ ഹൈവേയുടെ സംരക്ഷണ ഭിത്തി ചാടിക്കടക്കേണ്ട ഗതികേടുണ്ടായിരിക്കുന്നത്. ചാവക്കാട് ഭാഗത്തുനിന്നും സർവീസ് റോഡിലൂടെ വരുന്ന ബസ്സുകൾ കോട്ടപ്പുറത്തുനിന്ന് ഹൈവേയിലേക്ക് പ്രവേശിക്കും. പിന്നീട് 10 സ്റ്റോപ്പ് അപ്പുറം മൂന്നൈനിയിലാണ് ബസ് സർവീസ് റോഡിലേക്ക് ഇറങ്ങുക. കാജ കമ്പനി, എടക്കഴിയൂർ, പോസ്റ്റ്, പഞ്ചവടി, 6-ാം കല്ല്, 4-ാം കല്ല്, അകലാട്, ഒറ്റൈനി, 5-ാം കല്ല്, കാതിരിയ, മൂന്നൈനി എന്നീ സ്റ്റോപ്പുകളിലുള്ളവരാണ് ബസ്സു കയറാൻ ഹൈവേയിൽ കയറിപ്പറ്റേണ്ടി വരുന്നത്. ദേശീയപാതയുടെ കിഴക്കും പടിഞ്ഞാറുമായി 300 മീറ്റർ വീതം ദൂരമാണ് കലുങ്ക് കാന നിർമ്മാണം പൂർത്തിയാക്കാനുള്ളത്. പടിഞ്ഞാറുവശത്ത് കാജ കമ്പനി മുതലുള്ള ഭാഗത്താണ് സർവീസ് റോഡ് നിർമ്മാണം കഴിയാനുള്ളത്. കിഴക്കുവശത്ത് തെക്കേ മദ്രസ അതിർത്തിയിൽ കലുങ്ക്, സർവീസ് റോഡ്, കാന എന്നിവയുടെ പണിയും പൂർത്തിയാക്കാനുണ്ട്. ഇതിനാൽ പുതുപൊന്നാനിയിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ എടക്കഴിയൂർ അടിപ്പാതയിലൂടെ പടിഞ്ഞാറു ഭാഗത്തേക്ക് കടക്കും. ഇവിടെ നിന്നും സർവീസ് റോഡിലൂടെ പോയി അത്താണി അടിപ്പാതയിൽ വീണ്ടും കിഴക്കുഭാഗത്തെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കും. യാത്രക്കാരുടെ ദുരിതം ദേശീയപാത അതോറിറ്റിയെ പലവട്ടം അറിയിച്ചെങ്കിലും നാമമാത്രമായ തൊഴിലാളികളെ വെച്ചാണ് പണികൾ നടത്തുന്നത്. എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് യാത്രക്കാരുടെ ദുരിതമകറ്റണമെന്നാണ് ഇവരുടെ അപേക്ഷ.